നമ്മളിന്ന് ജാനുവിന് കുറച്ച് ടോയ്സ് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ അടുത്തൊരു ഷോപ്പിൽ പോയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. ജാനുവിന് ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു ഷോപ്പിലേക്ക് പോയതാണ്. അപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് ഹെയർ അക്സസറീസ് ആണ് കേട്ടോ നോക്കിയത്. വേറൊന്നുമല്ല, നാട്ടിൽ നിന്ന് വരാൻ നേരത്ത് ഞാൻ കുഞ്ഞിന് വേണ്ടിയുള്ള ഈ സംഭവങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. മോൾക്ക് നല്ല പനിയായ കാരണം എൻ്റെ അച്ഛൻ കൊണ്ടുവന്നിട്ട് കുഞ്ഞിൻ്റെ ഹെയർ നല്ല ഷോർട്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കെട്ടി വെക്കാൻ പാകം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരാഞ്ഞത്. അപ്പോൾ ഇവിടെ വന്ന് ഇത് കണ്ടപ്പോൾ ജാനുവിന് ഇത് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരുന്നൊന്നും ജാനുവിന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ജാനുവിൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ ജാനു എടുത്തിട്ടത്. ഇത് കഴിഞ്ഞ് ജാനു ചാച്ചനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ചാച്ച വാ ചാച്ച എൻ്റെ കൂടെ വന്നാൽ മതിയെന്ന്. അതെന്താണെന്നറിയാമോ, നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ സാധനവും ചാച്ച വേണ്ട മോൾ എടുത്തോ എന്ന് പറയും കേട്ടോ. ഞാനിപ്പോൾ എന്ത് വേണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ കുഞ്ഞ് വാശി പിടിക്കുകയാണെങ്കിൽ അച്ഛ ആ പോട്ടെ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും കേട്ടോ. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കാണിച്ചിട്ട് ആൾ കുഞ്ഞിൻ്റെ മൈൻഡ് മാറ്റും കേട്ടോ. അതുകൊണ്ടിട്ടാണ് ജാനു അച്ഛാ വാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ക്ലിപ്സൊക്കെ നോക്കുന്നുണ്ട്. ജാനുവിന് അതിൻ്റെ കളറൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ അതൊക്കെ എടുത്തിരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ജാനു അവിടെ കുറേ സാധനങ്ങളൊക്കെ നോക്കി, പക്ഷെ ഒന്നും എടുത്തില്ല, വേണമെന്ന് വാശി പറഞ്ഞതുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് റാക്കിയിൽ നിന്ന് വീണെടുക്കുന്ന സംഭവങ്ങളൊക്കെ എൻ്റെ മോളെടുത്ത് തിരിച്ചവിടെ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചേട്ടൻ എന്തോ നോക്കി നിന്നപ്പോൾ വേണ്ട വാ ചാച്ച നമുക്ക് ടോയ്സിൻ്റെ സെക്ഷനിൽ പോകാൻ നമ്മൾ വാശി പിടിക്കുകയാണ്. അവിടുന്ന് ലിഫ്റ്റിൽ കയറിയപ്പോൾ അവളുടെ കണ്ടിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് എൻ്റെ മോള് പറയുകയാണ് കേട്ടോ. ഇത് ആ നട്ട്സ് ഈ നട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലൊരു പാത്രം നമുക്ക് അമ്മമ്മയ്ക്ക് വാങ്ങി കൊടുക്കണം അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതാണ്ട് ഈ ഒരു സൈക്കിൾ പോലിരിക്കുന്ന സംഭവം, ഇതിന് ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഏട്ടനത് നോക്കിയിട്ട് അത് അത്ര പോരാ, അത്ര സ്ട്രോങ് അല്ല, കുഞ്ഞൊന്ന് വീണാൽ നമുക്ക് പിടിച്ചാൽ തന്നെ അത് വളഞ്ഞു പോകുന്നൊക്കെ ഏട്ടൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഇതിനിടയ്ക്ക് അച്ചായി മോളോട് ഒരു ട്രയൽ റണ്ണ് പോകാനൊക്കെ പറയുന്നുണ്ട് ഇതിനകത്തെ. പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല, ജാനുവിന് ഈ സംഭവം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. വേണ്ടാന്ന് പറഞ്ഞു, എന്താണെന്ന് എനിക്കറിയില്ല. ജാനുവിന് ഇപ്പോൾ ഓൾറെഡി റൂമിലൊരു സൈക്കിൾ ഉണ്ട്, ഇനി അതുകൊണ്ടാണോ എന്നും എനിക്കറിയില്ല, അത് പേടിയായിട്ടാണോ എന്നും അറിയില്ല. എന്തായാലും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളത് അവിടെ തിരിച്ചു വെച്ചിട്ട് പിന്നെ ജാനുവിൻ്റെ മെയിൻ, അതായത് ജാനുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ടോയ്സ് എടുക്കാൻ പോയിട്ട്, അത് വേറൊന്നുമല്ല, ജാനുവിന് ഈ കിച്ചൺ സെറ്റിലോടാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതായത് ഈ കട്ട്ലറി ഐറ്റംസ് പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ജാനുവിന് ഭയങ്കര ഇഷ്ടമേ. അപ്പോൾ അത് തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരുപോലെ ഇരിക്കുന്ന കുറേ സാധനങ്ങൾ ജാനു എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പറയുന്നുണ്ട്, മോളെ ഒരുപോലെ ഇരിക്കുന്ന എടുത്തിട്ട് എന്താ ഗുണം, മോള് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എടുക്കാൻ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്ക് ആളുടെ മുഖം വല്ലാതായി കേട്ടോ. എന്തായാലും വേണ്ട, വിഷമിക്കേണ്ട, നമ്മൾ ടോയ്സ് വാങ്ങിച്ച് കൊടുക്കാതെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് വിഷമിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ കുറേ സംഭവങ്ങളൊക്കെയാണ് ആളെടുക്കണം കേട്ടോ. ഞാനിതിനിടയ്ക്ക് കുറേ പാവകളൊക്കെ കാണിച്ചിട്ട് എനിക്ക് വേണ്ട, എനിക്ക് ഇത് മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ ശരി, ഞാനും വിചാരിച്ചു വേണ്ട, മോൾക്ക് ഇഷ്ടമുള്ളതെന്ന് എടുക്കട്ടെ, അവളല്ലേ അത് വെച്ച് കളിക്കണമെന്ന് വിചാരിച്ച്. പിന്നെ അതാണ്ട് എനിക്ക് ഈ ആനക്കുട്ടിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഞാൻ കൊണ്ടു കൊടുത്തപ്പോൾ ജാനുവിനും ഇഷ്ടപ്പെട്ട്. എന്ത് പറ്റിയെന്ന് അറിയില്ല, അത് വേണ്ടാന്ന് പറഞ്ഞില്ല, ആളെടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് അമ്മ എനിക്ക് കാറ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. എന്നോടല്ല, ഏട്ടനോടാണേ പറഞ്ഞത്. റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു കാറ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ ഒരു കാറും എടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് ചുറ്റി കറങ്ങി തിരിഞ്ഞ് എന്തൊക്കെയോ സംഭവങ്ങൾ നോക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് കേട്ടോ ഞാൻ ഈ സംഭവം കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നേരത്തെ ഈ ടോയ് കണ്ടിട്ടുണ്ട്, പക്ഷെ കുഞ്ഞിത് വായിലൊക്കെ എടുത്തിട്ട് പേടിച്ചിട്ട് ഞാൻ ഇതുവരെ ഇത് ജാനുവിന് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ടോയ്സ് ഒക്കെ ഞാൻ ജാനുവിന് മാറ്റ് വേണം പറഞ്ഞായിരുന്നല്ല. ജാനുവിന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കാല് നോവുന്ന അമ്മ, അപ്പോൾ എനിക്കൊരു മാറ്റ് വേണമെന്ന് കുറച്ച് ദിവസം കൊണ്ടേ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മാറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അത് എടുക്കാൻ വയ്യെങ്കിലും അതൊക്കെ തൊലേ ചുമന്നുകൊണ്ട് ആൾ പോകുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ വേറെ വല്ലതും വേണമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട അമ്മ മതി എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടേ. പിന്നെ ഇവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ വിളക്ക് കത്തിക്കുന്ന സ്ഥലം ഒന്ന് സെറ്റാക്കാന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ. പക്ഷെ അതിന് പറ്റിയതൊന്നും കണ്ടില്ല. അതിനിടയ്ക്ക് ജാനു പിന്നെ ഈ 100 പിൽസിലിട്ട് ഇങ്ങനെ ഈ ബബിൾ ഗം വരില്ലേ, അപ്പോൾ ആ സാധനം ജാനു എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ജാനുവിന് ടോയ്സ് വാങ്ങിക്കാനായിട്ട് മാത്രം ഇറങ്ങിയതാണ് കേട്ടോ. ഈ കാണുന്ന ഇത് ഫുള്ള് ജാനുവിൻ്റെ ടോയ്സ് ആണ് കേട്ടോ. നമ്മൾ വേറൊരു സംഭവം വാങ്ങിച്ചിട്ടില്ലേ. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു ചൂട് കാരണം ഞാൻ താണ്ട് ഒരു ഫാൻ്റെ ഒക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഇനി എങ്ങോട്ടെങ്കിലും പോണോ ജാനു, ഇനി എന്തെങ്കിലും വേണോ ജാനു എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറയുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് തന്നെ ആദ്യം ഈ സംഭവങ്ങളൊക്കെ വാരി വലിച്ചിടുകയാണ് കേട്ടോ ചെയ്ത്. എന്നിട്ട് അതെല്ലാം വലിച്ചു വാരിയിട്ട് നോക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാണ് എടുത്തു വെച്ചതെല്ലാം ഉണ്ടോ, ബില്ലടിച്ചിട്ടുണ്ടോ എന്നൊക്കെ എല്ലാ ആളും ഒന്ന് ഉറപ്പ് വരുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അത് വെച്ച് കളിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട മോളെ, രാത്രിയിൽ വേണ്ട, ഇപ്പോൾ ഒത്തിരി സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂമിലെത്തിയപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട്. നമുക്ക് നാളെ കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ജാനു പറയും അമ്മ ഇതിനാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. ഇപ്പോഴത്തെ ജാനുവിന് നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ചു പറയുന്ന സാധനമാണ്, അമ്മ ഇത് വേണ്ടാന്ന് പറയാനാണോ, എന്നെ വഴക്ക് പറയാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. എങ്ങനെ ഇരിക്കണം. അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട കളിക്കട്ടെ, എന്തായാലും വാങ്ങിക്കൊണ്ട് വന്നതല്ലേ. പിന്നെ അത് വെച്ച് കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് പിന്നെ താണ്ട് നമ്മളുടെ ഈ ഫിഷ് ഈ സംഭവത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള കളിപ്പാട്ടങ്ങൾ അവിടെ ഫുള്ള് വാരി വലിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതെല്ലാം പിറക്കി വെച്ചിട്ടാണ് എനിക്ക് കിടക്കാൻ. ഇപ്പോൾ തന്നെ സമയം എന്തായാലും 12 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയുള്ള. ഇനിയൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ടാറ്റ ബൈ ബൈ.